പിറ്റ് ആൻഡ് ഫിഷർ എന്നാൽ എന്ത്? പല്ലുകളുടെ പുറമെ സ്വാഭാവികമായി കാണുന്ന നേരിയ ചാലുകളും ആഴത്തിലുള്ള കുഴികളുമാണ് പിറ്റ് ആൻഡ് ഫിഷർ. ഇവ സാധാരണമായി കാണുന്നത് അണപ്പല്ലുകളിലാണ്. എങ്ങനെയാണ് പിറ്റ് ആൻഡ് ഫിഷർ ദന്തക്ഷയത്തിന് അഥവാ ഡെന്റൽ കാരീസിന് കാരണമാകുന്നത്? പല്ല് തേക്കുമ്പോൾ ബ്രഷിന്റെ നാരുകൾ ശരിയായി ഈ ചാലുകളിലേക്ക് എത്താത്തതുമൂലം ഇവയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തങ്ങി നിൽക്കുകയും ഇത് ദന്തക്ഷയത്തിന് കാരണമാകുകയും ചെയ്യുന്നു. എന്താണ് പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ്? പിറ്റ് ആൻഡ് ഫിഷറുകളിൽ രൂപപ്പെടുന്ന ദന്തക്ഷയത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ നേരിയ ചാലുകളിൽ പ്രയോഗിക്കുന്ന ഒരു പ്രത്യേക പദാർത്ഥമാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലന്റുകൾ. പിറ്റ് ആൻഡ് ഫിഷർ സീലന്റുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഈ സീലന്റുകൾ പല്ലുകളിലെ നേരിയ ചാലുകളിൽ മൃദുവായ ഒരു സംരക്ഷണ പാളി രൂപപ്പെടുത്തുകയും അവിടെ ഭക്ഷണാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യുന്നു. ചില പിറ്റ് ആൻഡ് ഫിഷറുകൾ ഫ്ലൂറൈഡ് എന്ന ഘടകത്തെ പുറപ്പെടുവിക്കുകയും അതുവഴി ദന്തക്ഷയത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. എപ്പോഴാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലന്റുകൾക്ക് വേണ്ടി ദന്ത ഡോക്ടറെ സമീപിക്കേണ്ടത്? നിങ്ങളുടെ പല്ലുകളിൽ നേരിയ നിറവ്യത്യാസമോ കറയോ കാണുമ്പോൾ ഉടനെ തന്നെ അടുത്തുള്ള ദന്ത ഡോക്ടറെ പിറ്റ് ആൻഡ് ഫിഷർ സീലന്റുകൾക്കായി സമീപിക്കുക. ഇതുകൂടാതെ എല്ലാ 6 മാസം കൂടുന്തോറും ദന്തപരിശോധനയ്ക്കായി ദന്ത ഡോക്ടറെ സമീപിക്കുക. പിറ്റ് ആൻഡ് ഫിഷർ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. ആദ്യം പല്ലിന്റെ ഉപരിതലം വൃത്തിയാക്കി അത് എയർ ഡ്രൈ ചെയ്യുന്നു. വൃത്തിയാക്കിയ ഭാഗം നമ്മൾ 30 മുതൽ 50% ഫോസ്ഫോറിക് ആസിഡ് എന്ന പദാർത്ഥം കൊണ്ട് 15 സെക്കൻഡ് എച്ച് ചെയ്യുന്നു. അതിനുശേഷം 30 സെക്കൻഡോളം വെള്ളം ഉപയോഗിച്ച് കഴുകി വീണ്ടും എയർ ഡ്രൈ ചെയ്യുക. ഇനി സീലന്റ് അപ്ലൈ ചെയ്യാം. ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് പിറ്റ് ആൻഡ് ഫിഷറിന്റെ ഭാഗത്ത് സീലന്റ് പുരട്ടുന്നു. ക്യൂറിംഗ് ലൈറ്റ് വെച്ച് ഇത് ക്യൂർ ചെയ്യുന്നു. കുട്ടികളിൽ പിറ്റ് ആൻഡ് ഫിഷർ സീലന്റുകൾ ഉപയോഗിക്കാവുന്ന പ്രായപരിധി ഏതൊക്കെയാണെന്ന് നോക്കാം. 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളിലെ പ്രൈമറി മോളാറുകളിലും 6 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിലെ ആദ്യത്തെ പെർമനന്റ് മോളാറിലും 11 തൊട്ട് 13 വയസ്സ് വരെയുള്ള കുട്ടികളിലെ പ്രീ മോളാറുകളിലും രണ്ടാമത്തെ പെർമനന്റ് മോളാറുകളിലുമാണ് ഉപയോഗിക്കാവുന്നത്. പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് ഉപയോഗം സുരക്ഷിതവും കാര്യക്ഷമവും ഫലപ്രദവുമായ മാർഗമാണ്. അവ ദന്തക്ഷയം കുറയ്ക്കുകയും ഇതുമൂലം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ദന്തചികിത്സ ഒരു പരിധിവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു.